അങ്ങനെ നമ്മുടെ പാൽക്കുട്ടിയുടെ 4-ാം മാസത്തെ വാക്സിനേഷനും കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പൊളിക്കലായിരുന്നു പെണ്ണ്. ഇവളുടെ കരച്ചിൽ കണ്ട് അവിടെ വാക്സിനേഷൻ എടുക്കാൻ നിന്നിരുന്ന സ്റ്റാഫ് വരെ കരഞ്ഞ് എന്നോട് ലാസ്റ്റ് പിടിക്കാനൊക്കെ പറഞ്ഞു. അത്രയും കരച്ചിലായിരുന്നു അവള്. പക്ഷേ തിരിച്ച് വന്ന ഉടനെ ആ മറ്റേ പാരസെറ്റാമോൾ ഡ്രോപ്സ് കൊടുത്തപ്പോൾ ആൾ ഒരുവിധം ഒന്ന് ഓണായി വന്നു. ഉറക്കത്തിൻ്റെ ഇടയിലൊക്കെ നല്ല ഏന്തലൊക്കെ ഉണ്ട് എന്നാലും. പക്ഷേ പ്രതീക്ഷ അത്രയും ബഹളവും കരച്ചിലും തിരിച്ചു വന്നിട്ട് ഇത്തവണ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ വയ്ക്കാൻ കൊണ്ടുപോട്ടെ, സന്തോഷിക്കാൻ കൊണ്ടുപോട്ടേട്ടാ നിന്നെ. എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടോ 3 ഇഞ്ചക്ഷൻ? ആരെയും കുത്തിവെച്ചേ? പപ്പേനാണോ കുത്തിവെച്ചേ? അമ്മയും കരഞ്ഞു, അവിടെ ഉള്ളവരും കരഞ്ഞു, എല്ലാരും കരഞ്ഞു. ഇപ്പൊ നിന്റെ കരച്ചിൽ കണ്ടിട്ട് നീ ചരിയാൻ പോവാണോ? അരുത് അരുത്. എന്താ എടുത്തോ. ഇനി ആദ്യത്തെ 2 ദിവസം 4 മണിക്കൂർ ഇടവിട്ട് നല്ലോണം പനിക്കുകയാണെങ്കിൽ പാരസെറ്റമോൾ ഡ്രോപ്സ് കൊടുക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ട്. ഇച്ചിരി കരച്ചിലും ബഹളമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും അവരുടെ ബേബീസിനെ വാക്സിനേറ്റ് ചെയ്യാൻ നോക്കുക. ഇൻ ദ ലോങ് റൺ അത് അവർക്ക് തന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നോക്കുകയല്ല, മസ്റ്റായിട്ടും വാക്സിനേറ്റ് ചെയ്യുക. 1-2 ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, അത് സഹിക്കുക. പിള്ളേർ നല്ല ആരോഗ്യത്തോടെ അസുഖങ്ങളൊന്നും ഇല്ലാതെ വളർന്ന് വലുതാവട്ടെ അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും കീപ് ഫോളോയിങ് അവർ ചാനൽസ്. ഞങ്ങളുടെ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്ത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളോട് അറിയിക്കുക. താങ്ക് യു. ബൈ.